കാലാവസ്ഥാ വ്യതിയാനം മൂലം റബ്ബർ ഉൽപ്പാദനത്തിൽ കാര്യമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. തായ്ലൻഡ്, മലേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ കനത്ത മഴ മൂലം ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഇലകൊഴിച്ചിലിൻ്റെ കാലമായതോടെ ടാപ്പിങ്ങും കുറഞ്ഞു. ഉൽപ്പാദനം കുറയുമ്പോൾ സാധാരണഗതിയിൽ വില ഉയരുകയാണ് പതിവ്. ഈ ഘട്ടത്തിൽ വിപണിയിൽ ഇടപെടാതെ ടയർ കമ്പനികൾ വിട്ടുനിൽക്കുകയാണ്. ടയർ ലോബിയുടെ ഇടപെടലാണ് വില ഉയരുന്നതിന് തടസ്സമെന്ന് കർഷകർ പറയുന്നു. വളരെ നാളുകൾക്ക് ശേഷം അന്താരാഷ്ട്ര വിപണിയിൽ ലാറ്റക്സിന് വലിയ തോതിൽ ഒരു വിലവർധന ഉണ്ടാകുകയാണ്. സ്വാഭാവികമായും അന്താരാഷ്ട്ര വിപണിയിൽ വിലവർധന ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണം കേരളത്തിലെയും ഇന്ത്യയിലെയും റബ്ബർ കർഷകർക്ക് ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളും ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന റബ്ബർ ബോർഡിൻ്റെ നടപടികളും കൂടി ഒത്തുവന്നപ്പോൾ അത്തരത്തിൽ വിലവർധനയ്ക്കുള്ള ഒരു സാഹചര്യം പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്. വലിയ പ്രതിസന്ധിയിലായിരുന്ന കേരളത്തിലെ ഉൾപ്പെടെയുള്ള റബ്ബർ കർഷകർക്ക് ഉയർന്ന വില ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കാനുള്ള ഒരു നീക്കമാണ് വൻകിട കമ്പനികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ RSS 4ാം ഗ്രേഡ് റബ്ബർ ഷീറ്റിന് 155 രൂപ 50 പൈസയാണ് വില. എന്നാൽ കർഷകർക്ക് ലഭിക്കുന്നത് 5 രൂപ കുറവാണ്. ഗുണമേന്മയുടെ പേര് പറഞ്ഞാണ് വിലയിലുള്ള ഈ ഇടിവ്. ലാറ്റക്സിന്റെ കാര്യത്തിലും സമാനമായ സാഹചര്യമാണ് കർഷകർ നേരിടുന്നത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.